ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ കൂടി തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ദിലീപ് കുമാർ, ഒരല്പം വൈകിയാണെങ്കിലും രണ്ടാം ഘട്ട പ്രഖ്യാപനവും വന്നിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ കടുംപിടുത്തങ്ങൾക്കും വാശികൾക്കും ഒന്നും തന്നെ വഴങ്ങാതെ എങ്ങനെയാണോ ഹൈക്കമാൻഡ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ വന്നിരിക്കുകയാണ് പട്ടിക. അമൃത, ഇനിയിപ്പോൾ പ്രതികരണം അറിയേണ്ടത് കെ സുധാകരൻ, എൽദോസ് കുന്നപ്പള്ളിൽ, അതോടൊപ്പം തന്നെ ദീപ്തി മേരി വർഗീസ് തുടങ്ങിയവർക്ക് സീറ്റില്ല, ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ അടുത്ത രണ്ടാം ഘട്ട പട്ടിക പുറത്തിറക്കിയപ്പോൾ ഈ നേതാക്കളുടെ പേരില്ല, പകരം മറ്റ് സ്ഥാനാർത്ഥികളുടെ പേര് ഇപ്പോൾ ഈ മണ്ഡലങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം. കണ്ണൂർ നിയമസഭാ സീറ്റിലാണ് കെ സുധാകരൻ നേരത്തെ അവകാശവാദം ഉന്നയിച്ചിരുന്നത്. പക്ഷേ കണ്ണൂർ നിയമസഭാ സീറ്റിലേക്ക് മുൻ കണ്ണൂർ മേയർ ടി.ഒ. മോഹനെ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ ടി.ഒ. മോഹൻ്റെ പേരാണ് ഈ സ്ഥാനത്തേക്ക് കണ്ണൂർ നിയമസഭാ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേട്ടിരുന്നത്. ടി.ഒ. മോഹനാണ് കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല, അവിടെ മനോജ് മുത്തേടനെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ സാമുദായിക പരിഗണനകൾ അടക്കമുള്ള വിവിധ വിഷയങ്ങൾ കണക്കിലെടുക്കേണ്ടിയിരുന്നു. പക്ഷേ യാക്കോബായ സമുദായ സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ മനോജ് മുത്തേടനെ നിർത്തുന്നതിനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയാകുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞു കേട്ടിരുന്ന ദീപ്തി മേരി വർഗീസിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് സീറ്റില്ല. തൃപ്പൂണിത്തുറയിൽ ഒഴിഞ്ഞ കെ ബാബുവിന് മത്സരിക്കാനില്ല എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ സീറ്റിലേക്ക് കൊച്ചി ഡെപ്യൂട്ടി മേയർ ദീപക് ജോയിയുടെ പേരാണ് കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചിരിക്കുന്നത്. ഉടുമ്പൻചോലയിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുകയാണ്. നേരത്തെ ടോം വടക്കനെ തൃശൂർ ലോക്സഭാ സീറ്റിലേക്ക് പരിഗണിച്ചിരുന്നപ്പോൾ AICC സമ്മേളനത്തിൽ പോയി AICC ആസ്ഥാനത്തെ ചായ കൊടുക്കുന്നവർക്കും അവിടെ തൂക്കാൻ വരുന്നവർക്കും അങ്ങനെയുള്ള ആളുകൾക്കല്ല ഈ സീറ്റ് നൽകേണ്ടത് എന്ന് വാദിച്ച് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയനായിരുന്നു സേനാപതി വേണുവിനെ ഉടുമ്പൻചോലയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുകയാണ്. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. തിരുവനന്തപുരം ജില്ലയിലെ ചില സീറ്റുകളിലേക്ക് വന്നാൽ നേമത്ത് KS ശബരിനാഥിനെ കോൺഗ്രസ് നേതൃത്വം അവിടെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചിരിക്കുകയാണ്. നേരത്തെ അരുവിക്കരയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശബരിനാഥനെ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കവടിയാർ വാർഡിലാണ് കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചിരുന്നത്. അവിടെ കവടിയാർ വാർഡിൽ വിജയിച്ചതിനു ശേഷം ഇപ്പോൾ KS ശബരിനാഥൻ പോകുന്നത് നേമത്തേക്കാണ്. BJP വലിയ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് നേമം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ V ശിവൻകുട്ടിയും K മുരളീധരനും തമ്മിൽ നടന്ന ആ ഒരു പോരാട്ടത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. അവിടെ BJP 2016 രാജഗോപാലിലൂടെ മണ്ഡലം നേടിയതാണ്. 2021 കുമ്മനം രാജശേഖരനും V ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ K മുരളീധരനും ഏറ്റുമുട്ടിയപ്പോൾ V ശിവൻകുട്ടി വിജയിച്ചിരുന്നു. അവിടേക്ക് ശബരിനാഥനെ നിയോഗിച്ചിരിക്കുന്നു. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലേക്ക് വന്നാൽ അവിടെ അടുത്തിടെ CPIയിൽ നിന്ന് കോൺഗ്രസിൽ ചേർന്ന AITUC നേതാവായിരുന്ന മീനാങ്കൽ കുമാറിനെയാണ് അവിടെ മീനാങ്കൽ കുമാറിന്റെ നേരത്തെയുള്ള സഹപ്രവർത്തകനായ CPIക്കാരനായ GR അനിലിനെ നേരിടുന്നതിനായി കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചിട്ടുള്ളത്. വാമനപുരത്ത് തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവിയുടെ പേരും പറഞ്ഞു കേട്ടിരുന്നതാണ്. പക്ഷേ നേരത്തെ DCC പ്രസിഡന്റ് ആയിരുന്ന പാലോട് രവിയുടെ പേര് പറഞ്ഞു കേട്ടിരുന്നതാണ്. പക്ഷേ അവിടെ സുധീർ ഷാ പാലോടിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനാണ് അവിടെ സിറ്റിംഗ് MLA. അവിടെ ശരത്ചന്ദ്ര പ്രസാദിനെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. മുമ്പ് ആറ്റിങ്ങലിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളയാളാണ് ശരത്ചന്ദ്ര പ്രസാദിനെ ഇപ്പോൾ ഈ കഴക്കൂട്ടത്താണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. അരുവിക്കരയിലാണ് VS ശിവകുമാർ മത്സരത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ തവണ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിലായിരുന്നു VS ശിവകുമാർ മത്സരിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അരുവിക്കരയിലേക്ക് നിയോഗിച്ചിരിക്കുന്നു. പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ, തിരുവനന്തപുരം DCCയുടെ പ്രസിഡന്റായിരുന്ന നെയ്യാറ്റിൻകര സനലിനെ
കോൺഗ്രസ് നേതൃത്വം അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. കാട്ടാക്കടയിൽ MR ബൈജുവാണ് സ്ഥാനാർത്ഥി. നെയ്യാറ്റിൻകരയിൽ N ശക്തൻ, ഇപ്പോൾ DCC പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന N ശക്തനെയാണ് നെയ്യാറ്റിൻകരയിലേക്ക് കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചിട്ടുള്ളത്. അടൂരിൽ അഡ്വക്കേറ്റ് ശാന്തകുമാറിനെ, പത്തനംതിട്ട ജില്ലയിലെ ആ മണ്ഡലത്തിൽ അവിടെ നിന്നാണ് ബാബു ദിവാകരൻ, നേരത്തെ അടൂർ നഗരസഭ ചെയർമാനായിരുന്ന ബാബു ദിവാകരൻ ഇത്തവണ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായതോടെ 2020 ചേർന്നിപ്പോൾ എറണാകുളത്തെ കുന്നത്തുനാട്ടിൽ ബാബു ദിവാകരൻ മത്സരിക്കുമ്പോൾ അടൂരിലേക്ക് ഇപ്പോൾ അഡ്വക്കേറ്റ് ശാന്തകുമാറിനെയാണ് കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് 2021 പോരാട്ടത്തിന്റെ ആവർത്തനമായിരിക്കും ജെ ചിഞ്ചുറാണി നേരിടുന്നത്. കോൺഗ്രസ് നേതാവായ MM നസീറിനെയാണ്. വർക്കലയിൽ വർക്കല കഹാർ നേരത്തെ നിരവധി തവണ വർക്കല മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. വർക്കല കഹാർ. ദിലീപ് തുടരൂ, ദിലീപിലേക്ക് മടങ്ങിയെത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.